ഹായ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫോൺ വ്ളോഗുമായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ രാവിലത്തെ ചെറിയ വിശേഷങ്ങളാട്ടോ ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ അപ്പോൾ ഞാൻ ഇക്കാക്കുള്ള ചായ ഇട്ടുകൊണ്ട് പോകാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിവിടെ ഇടിയപ്പവും ഗ്രീൻ ബീൻസ് കറിയാട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇടിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കുക. ഇവിടെ ഇടിയപ്പത്തിന് ഫാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ചധികം മാവ് ഞാൻ കുഴച്ച് വയ്ക്കും. തട്ടിൽ തിളയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ സ്റ്റൗ കത്തിക്കുകയാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന ടൈം കൊണ്ട് ഞാൻ അച്ചിലോട്ട് മാവ് വയ്ക്കുവാണേ. ഇത് നല്ല ടൈറ്റായിട്ടുള്ള അച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് മാവ് വെച്ചിട്ട് അടയ്ക്കാനൊക്കെ നല്ല പാടാണ്. അതിന് കുറേ നേരം എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചോറും കറികളും ഒക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എടുത്ത് ചൂടാക്കത്തേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മോനെയും കൊണ്ട് അംഗൻവാടിയിൽ പോകണം. അവൻ ഇതുവരെ അവിടെ ആരുമായിട്ട് ഇണങ്ങിയിട്ടില്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ഉച്ചവരെ അവൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് അവനെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മൂന്നാക്കുന്നത് ഇതാട്ടോ പണി. അപ്പോൾ എന്ത് വന്നിട്ടുള്ള ഇടിയപ്പമൊക്കെ ഞാൻ കാസറോളിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അവർക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കുക കേട്ടോ. കുക്കർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ സാധാ പാത്രത്തിലാട്ടോ ഗ്രീൻ ബീൻസ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. ആ സമയത്ത് കുഞ്ഞു ഇക്കാടെ അടുത്ത് പിണങ്ങിയിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട് മൊത്തത്തിൽ അടിച്ചു വാരി ഇരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക് എടുത്തിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ 500 ml ജീരക വാട്ടറാട്ടോ രാവിലെ കുടിക്കുന്നത് വെറും വയറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി മോനെയും കൊണ്ട് അംഗൻവാടിയിൽ പോയി. ഇതൊക്കെ ആട്ടോ അവൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ അവൻ ആരുമായിട്ടും കൂട്ടുകൊടുത്തില്ല. ഇത് അവൻ്റെ അവിടുത്തെ ആൻറ്റിയാണ്. അവിടെ ചെന്ന ഉടനെ അവൻ പുറത്തിരിക്കത്തേ ഉള്ളൂ, അകത്ത് കയറത്തില്ല. പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ മുഖത്ത് ഈ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.